on a tree. I'm just sitting here. I got time. It's clear to see from up here. The world seems small. Hi, welcome to my channel. ഞാൻ ഷിബി നസീർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു മോഡലാണ്. ഇത് ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്ത് വരുന്ന ഒരു മോഡൽസിനെക്കാട്ടും നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പും കൂടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഫുള്ളായിട്ടും, അതായത് ഷോളിൽ, നെക്കിൽ, സ്ലീവിൽ, ബോട്ടത്തിൽ പോലും വർക്ക് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അതും കൂടാതെ ഇത് നമുക്ക് 2000 ബിലോവാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ശരിക്ക് ഞാനിതിങ്ങനെ വെറുതെ പറയല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് തന്നെ ഇത്രയും ഹെവി ആയിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. സ്ലീവ് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് വരും കേട്ടോ. ആ ഒരു റേറ്റിനാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫുൾ സെറ്റ് ബോട്ടം വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത്. ഫുള്ളായിട്ടും നമുക്ക് വർക്ക് വരുന്നുണ്ട്. നല്ല വെറൈറ്റി വർക്കാണ്. ഇതിൽ ഏത് കളർ തന്നെ ഇന്ന് വീഡിയോക്ക് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് ആണ്. ബ്ലാക്ക് പിന്നെ ഇന്നത്തെ എല്ലാ കളർ ചാർട്ടും അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ബ്ലാക്കിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ, വീഡിയോ ഇടാൻ തന്നെ കളർ സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. അത്രയും ഭംഗിയുണ്ട്. 4 ഷെയ്ഡ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം റീസെല്ലിങ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉള്ളത് കേട്ടോ. ഉടനെ തന്നെ നമ്മളിപ്പോൾ ഷോപ്പ് പണിതുകൊണ്ടിരിക്കുകയാണ്, പണിയിലാണ് ഷോപ്പിൻ്റെ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക്, അതായത് ഇത് പർച്ചേസിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിചിത്ര സിൽക്ക്, ബദ്രി സിൽക്ക് എന്ന് പറയും. ആ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ബോട്ടത്തിൽ പോലും നല്ല ഹെവി ആയിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വർക്ക് തന്നെ കൊടുത്തേക്കാണ്. 48 കുർത്തിക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു 1 ഇഞ്ച് ലെങ്ത്ത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. 48 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു പാർട്ടി വെയർ, ഒരു പാകിസ്ഥാനി ആ ഒരു ടൈപ്പിൽ വരുന്നത് കൊണ്ട് 48 നമ്മൾ മിനിമം കൊടുക്കുകയാണ്. ലെങ്ത്ത് കുറവായാൽ ഇത് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. 48 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത്തായി. ടോപ്പിൻ്റെ താഴത്തോട്ട് ഒരു വർക്കും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. പിന്നെ ലെങ്ത്ത് കൂടുതൽ വേണ്ടവർക്ക് ലെങ്ത്ത് കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കറക്റ്റ് 48 ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. 48 and 48.5 ഒക്കെ വരും. ആ ലെങ്ത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കിത് ജസ്റ്റ് വേണമെങ്കിൽ ഓൾട്രേഷൻ ജസ്റ്റ് താഴെ നിന്ന് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതായത് ഈ ബോട്ടം എനിക്കൊരു 1 ഇഞ്ച് ഒന്ന് കുറഞ്ഞാലാണ് എൻ്റെ ഈ ബോട്ടം കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു വർക്ക് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ റെഡിമെയ്ഡിൻ്റെ ആ ഒരു പാറ്റേണിലാണ് ഇട്ടിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് എന്തായാലും റെഡിമെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലീവിനൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് സ്ലീവ് ഇതേ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഈ 3/4 സ്ലീവ് വരുമ്പോൾ നമ്മളിവിടെ നെറ്റ് കൊടുത്തേക്കാണ്. ബ്ലാക്ക് നെറ്റ് കൊടുത്തിട്ട് അതിൽ വർക്ക് വന്നേക്കാണ്. നമ്മുടെ ആ ഒരു വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ വർക്ക് കൊടുത്തിട്ടില്ല. അതെ, എനിക്ക് വേണമെങ്കിൽ ശരിക്കും ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഞാനപ്പോൾ ലൂസാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ഒരു അറേഞ്ചൊക്കെ ചിലപ്പോൾ ഓൾട്ടർ ചെയ്യാനോ അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിക്കാനോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോട്ടം അത്യാവശ്യം നല്ല ലെങ്ത്ത്, കുറച്ച് മുന്നേ ബോട്ടം ലെങ്ത്ത് കുറവാണെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടം ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് ഓൾറെഡി എപ്പോഴും നല്ല മെഷർമെൻ്റ് ആണ് നമ്മുടെ. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതൊക്കെ മാറ്റി കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ ബോട്ടം അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. പക്ഷെ എനിക്ക് അതായത് ഒരു ആംഗിൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് 1995 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. കൂടാതെ ഇത് ഷോളിലും നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തേക്കാണ്. ഇവിടെയും നമ്മൾ ഈ ഒരു നെറ്റ് പോർഷൻ, നെറ്റാണ് ഇപ്പോൾ ഇതിലൊരു എന്താ വെറൈറ്റി ആയിട്ട് കൊണ്ടുപോകാതിട്ടുള്ളത്. ഈ ഒരു പോർഷൻ മാത്രം നെറ്റ് കൊടുത്തിട്ട് ബാക്കി ഫുള്ള് നമ്മുടെ സാധാ മെറ്റീരിയൽ നെറ്റിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നമുക്കിത് ശരിക്കും
എന്താ പറയുക ഒരു 5000 റേഞ്ച് ആ ഒരു അത്രയും റേറ്റ് തോന്നുന്ന പോലത്തെ ഒരു ഭംഗിയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് റീല് വേണമെങ്കിൽ നമ്മുടെ ലാറോസയുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്ത് മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. വിചിത്ര സിൽക്ക് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു 200 അത്രയും മീറ്ററിന് തന്നെ വരും. ഇപ്പം ഇതിൽ ഫുൾ സെറ്റ് വരുമ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര മീറ്റർ വേണം എന്നുള്ളത്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ഇത് പുറത്തുനിന്ന് പോയി എടുക്കുകയാണെങ്കിൽ ആ റേറ്റ് വരും. പ്ലസ് ഇതിന് ലൈനിങ് വേണം. പിന്നെ നെറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളതാണ്. സ്റ്റിച്ചിങ്ങിന് മാത്രമായിട്ടൊന്ന് നോക്കി എത്ര റേറ്റ് വരും എന്നുള്ളത്. അതിലാണ് നമ്മൾ 1995 ഈ ഒരു ഫുൾ സെറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇത് പിന്നെ നമുക്ക് കുറേ ഫങ്ഷൻസിനൊക്കെ പിന്നെ നമുക്ക് വിഷുവിനും ഈസ്റ്ററിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഷോൾ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊരു പ്രത്യേകതരം ഇതിൽ വരുന്ന ഡ്രസ്സല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. 1 ലെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ലെയർ ഇട്ടിട്ട് കാണിക്കാറുണ്ട്. 1 ലെയർ ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള മോഡലാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരുവിധം ഫുൾ സ്ലീവ് 3/4 സ്ലീവ് തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. ഗോൾഡൻ കളറിൽ വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത്. ആ ഗോൾഡൻ കളറിൽ നോക്കി വർക്ക് ആൻറ്റിക്കിൻ്റെ ഇത്രയും ഹെവി ആയിട്ടുള്ള കണ്ടോ, ഇത്രയും ഹെവി ആയിട്ട് നമ്മൾ ആൻറ്റിക്കിൽ വർക്ക് കൊടുത്തേക്കാണ്. സ്ലീവിലും പിന്നെ നെക്കിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ ഇനിയിപ്പോൾ സ്ലീവിൽ ഹെവി ആയിട്ട് വർക്കാന്ന് വിചാരിച്ച് നെക്കിലില്ലാന്നില്ല, നെക്കിലും വർക്ക് ഉണ്ട് കണ്ടോ. താഴേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ ഒരു മോഡലിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവും പിന്നെ ഈ ബോട്ടം തന്നെയാണ് കേട്ടോ. ബോട്ടം നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കി താഴെ പോർഷൻ മാത്രം നമ്മൾ നെറ്റ് കൊടുത്തിട്ട് അതിൽ വർക്ക് കൊടുത്തെടുത്തേക്കാണ് കേട്ടോ. അതും റൗണ്ട് ഫുള്ളായിട്ടും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ചെറിയ പോർഷൻ വിട്ടിട്ടൊന്നല്ല ചെയ്തേക്കണേ. നോക്കിയേ കണ്ടോ, ഫുള്ളായിട്ടും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലത് ഫ്രണ്ടിലോട്ട് മാത്രമാണ്. ഇത് ഇത്രയും ഹെവി ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഷോള് ഞാൻ പറഞ്ഞല്ലോ, ഷോള് നമ്മൾ 2.5 മീറ്റർ തന്നെ ഇതിന് ഷോള് കൊടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ ഈ ഒരു സൈഡിൽ 1 സൈഡാണ് കേട്ടോ. നമുക്ക് 2 സൈഡൊക്കെ ഈ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 സൈഡിൽ 2 ലൈൻ വെച്ചിട്ട് ബീഡ്സിൻ്റെ വർക്ക് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. റെഡ് മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. റെഡിഷ് മെറൂൺ ആണ് കേട്ടോ ശരിക്കും. അപ്പോൾ സ്ലീവിലും ഞാൻ പറഞ്ഞല്ലോ, സ്ലീവിലും വർക്ക്, നെക്കിൽ വർക്ക്, പിന്നെ എല്ലാം ബോട്ടം എല്ലാം സെയിം ആണല്ലോ. ബോട്ടത്തിലും വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ശരിക്കും ഈ ഒരു നമ്മൾ മാറിയതിൽ പിന്നെ ഇവിടെ അത്രയും ഇട്ട് കഴിഞ്ഞാൽ ഭംഗി അറിയുന്നില്ല, നേരിട്ട് അത്രയും ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ്. ലാസ്റ്റ് നമുക്ക് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു വിഷു, ഈസ്റ്റർ, ഇതെല്ലാം കൂടെ കൊണ്ടുവരുമ്പോൾ ഈ ഒരു കളർ ചാർട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ കളേഴ്സാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ വെയർ ചെയ്തിട്ടുള്ള പിക്കാണ് ഞാൻ സൈഡിൽ എപ്പോഴും വെക്കാറ്. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, റീലായിട്ട് ഇൻസ്റ്റയിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. 1995 ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ശരിക്കും നമ്മളിതൊന്നും ഇങ്ങനെ വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 5000 മിനിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ അന്വേഷിക്കാം, ഇങ്ങനൊരു വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത്. ചിലപ്പോൾ അതിനും എന്തായാലും മേലെ പോകുള്ളൂ, ഒരിക്കലും നിങ്ങൾക്ക് താഴത്തോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല്. റീറ്റെയിലായിട്ട് വേണ്ടവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം വാട്സപ്പ് ചെയ്യുക. ഇപ്പോഴും നമുക്ക് കമൻ്റായിട്ടും മെസ്സേജായിട്ടും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. മെസ്സേജ് നോക്കുന്നില്ല. മെസ്സേജ് എന്തായാലും ഒരാൾക്ക് ഇരുന്ന് നമുക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ സ്റ്റാഫിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി മുതൽ 6 മണി വരെയാണ് അവരുടെ ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ അവർ ലഞ്ച് ബ്രേക്ക് എടുക്കും. അപ്പോൾ അതിനിടയിൽ കുറേ കോൾസ് വരും.
പിന്നെ കുറേ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടാവും, വാട്സപ്പിൽ കോള് വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൂടെ ഒരാൾക്ക് ഒരു നമ്പർ വെച്ച് കഴിഞ്ഞാൽ അത്രയാണ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ മാക്സിമം പർച്ചേസ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ, കുറച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് ഏജ് ആയിട്ടുള്ളവരോ അങ്ങനെയൊക്കെ ഒട്ടും അറിയില്ല എന്നുള്ളവർ മാത്രമായിട്ട് വാട്സപ്പിലേക്ക് ഓർഡർ ആക്കുക. ബാക്കി എല്ലാവരും വെബ്സൈറ്റ് ത്രൂ ചെയ്യാൻ നോക്കുക. പിന്നെ ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് റീസെല്ലിംഗ് ആയിട്ടും ഈ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.